ഫെബ്രുവരി 13 എടുത്തിട്ടുള്ള വീഡിയോ ആണ്. ഡെക്കറേഷൻ ഫോട്ടോ കുഞ്ഞാപ്പിയുടെ ബർത്ത്ഡേയുടെ ഡെക്കറേഷൻ വീഡിയോ. അപ്പം ഞാൻ കുറേ സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. പിന്നെ കേക്കിൻ്റെ കാര്യം ഞങ്ങൾ അടുത്തുള്ള ഒരു ആൻറ്റി അടച്ചിരുന്നത്. ഞങ്ങൾ കടയിൽ പോയി പിന്നെ ബലൂൺ അങ്ങനെ ഡെക്കറേഷനുള്ള ഹാപ്പി ബർത്ത്ഡേയുടെ ഐറ്റംസും എല്ലാം മേടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു പിറ്റേ ദിവസമാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. പിന്നെ ആദ്യം ഒന്ന് അവൾ എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ പ്രൊഡക്റ്റൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. ആദ്യം ബലൂണാണ്, അത് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത് ഹാപ്പി ബർത്ത്ഡേ. പിന്നെ ഇവിടെ കുഞ്ഞാപ്പി പകുതി പിന്നെ സമയം ആ ബലൂൺസാണ് വരുന്നത്. കാരണം ഞാൻ അവളെ അങ്ങനെ കാണിച്ചാൽ അവളെ അങ്ങനെ പെട്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അവൾ അങ്ങനെ കാണിച്ചാൽ എന്നെ സമ്മതിക്കില്ല കേട്ടോ. പെട്ടെന്നൊന്ന് ബലൂൺ കിട്ടില്ല. അപ്പോൾ പകുതി ആകുമ്പോഴേക്കാണ് കയറി വരുന്നത്. അപ്പോൾ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കണ്ടോ ആ ഷോ കേസിലാണ് നമ്മൾ എല്ലാം ഒന്ന് സെറ്റാക്കുന്നത്. അതുകൊണ്ട് കുഞ്ഞാപ്പിയുടെ കിടപ്പുണ്ട് കട്ടിലയിൽ, ടാബ് കണ്ടുകൊണ്ട് കിടക്കുക കേട്ടോ. ഞാൻ വന്ന് ഇരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ വേറെയാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പം ആ ഒരു ഷോ കേസാണ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം അതാണ് ഞാൻ മേടിച്ചത്. പാക്കറ്റോളം ബലൂൺ ഉണ്ട് കേട്ടോ. കുറേയൊക്കെ കവർ തട്ടിയിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗോൾഡൻ ഹാപ്പി ബർത്ത്ഡേ ബോർഡറും പിന്നെന്തോ ഞാൻ മേടിച്ചു കേട്ടോ. പിന്നെ എന്തൊക്കെയോ മേടിച്ചു. അതൊക്കെ സംഭവങ്ങളൊക്കെ മേടിച്ചു. പിന്നെ കുറേ ബലൂണുണ്ട്. കുറച്ച് കഷ്ടപ്പാടാണ് ഊതാൻ. ആദ്യം എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊരു പൊടിയുണ്ട്, അത് അടിച്ചിട്ട് എനിക്ക് അങ്ങോട്ട് പിന്നെ കട്ട് കുറച്ച് ആദ്യം കണ്ടു ഞാൻ കണ്ടത് എനിക്ക് ഊതാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആദ്യമൊക്കെ. പിന്നെയാണ് ഞാൻ ഊതുന്നത്. ആദ്യത്തെ ബലൂൺ എടുത്ത് ഞാൻ ഊതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു ക്ലിപ്പിൽ എൻ്റെ ശബ്ദം കുറച്ച് കുറവായിട്ടാണ് സംസാരിക്കുന്നത്. മിക്കവാറും ഞാൻ അങ്ങനെയാണ് സംസാരിക്കുക. ബട്ട് ഈ ഒരു ക്ലിപ്പിൽ കുറച്ചും കൂടെ കുറവാണ്. കാരണം ഞാൻ അവളെ എങ്ങനെ ഉണർത്താതിരിക്കാനും കൂടാണ്. ഇപ്പം ഞാൻ ഈ വർക്കെല്ലാം തുടങ്ങിയത് 6 o'clock തീരുന്നത് ഒരു 10 o'clock 9 o'clock ആ ഒരു സമയമാണ്. കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല. അപ്പം ആദ്യത്തെ ബലൂൺ ഞാൻ വീർപ്പിച്ച് കെട്ടി സ്വന്തമായിട്ട് കെട്ടാൻ പഠിച്ചിട്ടുണ്ട് ഞാൻ. അപ്പം ഇവിടെ കുഞ്ഞാപ്പി കിടപ്പുണ്ട് കട്ടിലിൽ വീണ്ടും പാട്ട് കാണാൻ. അതിൻ്റെ ശബ്ദം കൂടി ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അപ്പം ആ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ എനിക്ക് കുറേ സംഭവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി വെച്ച് കളിപ്പാട്ടം എല്ലാം മാറ്റി നല്ല തീമിലൊക്കെ കേട്ടോ ചെയ്യുന്നത്. അങ്ങനെയാണ് ചെയ്തെടുത്തത്. നിങ്ങൾ അത് കണ്ടു കേട്ടോ, കെട്ടുന്നതും കാര്യങ്ങളും ഒക്കെ. പിന്നെ ഇടയ്ക്ക് ഞാൻ സംസാരിക്കും ഈ ഇടയ്ക്കാണ് ഞാൻ പഠിച്ചത്. ഓക്കെ, ഫസ്റ്റ് വരുമ്പോൾ കെട്ടിലേക്ക് ഫാന് ചൂട് എടുക്കാം. കാരണം അതൊരു അതിൻ്റെ കുട്ടി അങ്ങനെ മേടിച്ചതാണ്. പിന്നെ ഗൈസ് ഇപ്പോൾ ഒരു എയർ ബലൂൺ ഞാൻ കാണിക്കുന്നുണ്ടല്ലോ. ആ ബലൂൺ നമ്മൾ അതിൻ്റെ പുറകിൽ വേണ്ടിയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി കൂടെ കേട്ടോ. 2000 years later. അപ്പോൾ ഗൈസ് ട്രാൻസ്മിഷൻ ആയിട്ടോ ഞാൻ ഇത്രയും ബലൂണ് വികസിപ്പിച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എന്തോ അത് കാണിക്കുന്നുണ്ട്. ഞാൻ കുഞ്ഞാപ്പിയുടെ ആ ഒരു വണ്ടി, അത് എൻ്റെ വണ്ടിയായിരുന്നു. അത് ഇപ്പം ഞാൻ കളിക്കുന്നില്ല. അപ്പോൾ അവിടെ ഒരു കയർ കെട്ടി ആ എയർ ബലൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്കത് പാക്കറ്റ് മേടിച്ച ബലൂൺ എന്ന് പറയുമ്പോൾ 100 ഉണ്ടായിരുന്നു. 100 അതിൽ കൂടുതൽ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് ബലൂൺ എടുത്തു. അവിടെ ഇവിടെയൊക്കെ സെറ്റൊക്കെ ചെയ്തു. ഞാനാണ് ചെയ്തത് മൊത്തം കാര്യങ്ങളും. പിന്നെ ഞാൻ സ്കൂളിൽ പോയിട്ട് പിന്നെ ബലൂൺ താഴോട്ടൊക്കെ ഒട്ടിക്കാനുള്ള ഞാൻ ഒട്ടിച്ചില്ല. ഞാൻ സ്കൂളിൽ പോയിട്ട് വന്നിട്ടാട്ടോ ഒട്ടിക്കുക. ഞാൻ അന്ന് സ്കൂളിലും പോയായിരുന്നു. വാലൻറ്റൈൻസ് ഡേ ആയിരുന്നു, അവധിയില്ലായിരുന്നു, ഫ്രൈഡേ ആയിരുന്നു. അപ്പം സ്കൂളിൽ പോയിട്ട് വന്നിട്ടാണ്. അപ്പോഴത്തേക്കും അമ്മ അവിടെ താഴേക്ക് ഒട്ടിച്ചായിരുന്നു കേട്ടോ. എനിക്ക് പേടിയാണ് അവളെ ഇളക്കി കളയെന്ന് വെച്ച് ഞാൻ സ്കൂളിൽ കഴിഞ്ഞിട്ട് അമ്മയോട് പറഞ്ഞിട്ടാട്ടോ പോയത്. അപ്പം ബാക്കി മമ്മിയും പപ്പയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മയാണ് ഇതെല്ലാം ഒട്ടിച്ചത്. ഞാൻ നൂലിലൊക്കെ ആദ്യം കെട്ടി വെച്ച് നോക്കി, ഫ്ലോപ്പായി. പിന്നെ ഞാൻ എന്തൊക്കെയോ കൂട്ടിയൊക്കെ ചെയ്ത് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം ഈ വീഡിയോയിലൊക്കെ ഞാൻ കെട്ടുന്ന കുറച്ച് നിങ്ങൾ അത്രയും ബോറടിപ്പിക്കേണ്ടതെന്ന് വെച്ചിട്ട് കുറേ ക്ലിപ്പൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. കാരണം അത്രയും പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഫുൾ ബലൂൺ അധികം ക്ലിപ്പുണ്ടായില്ല. ഞാനാണെങ്കിൽ ഈ വീഡിയോ ഒന്നും അമ്മേനെ കാണില്ല.
അപ്പം അതുകൊണ്ടാണ് കുറേ ക്ലിപ്പൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞത്. അപ്പം നിങ്ങൾ ബാക്കിയൊക്കെ കണ്ടോളൂ. പിന്നെ ഞാനിപ്പോൾ പർപ്പിൾ ബലൂൺ അത് ഭയങ്കര പാടുണ്ടായിരുന്നു കേട്ടോ, കുറച്ച് ടൈറ്റ് ഭയങ്കര കട്ടിയുള്ളൊരു ബലൂൺ. കുറേ നാളും കൂടെ ആയി ഞാൻ ബലൂണെല്ലാം വേടിച്ചിട്ട്, അതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. 100 എണ്ണത്തിൽ നമ്മൾ 20-30 കണ്ട് എടുത്തിട്ടുള്ളൂ. അപ്പോഴും ഞാൻ കുറേ ബലൂണും നമ്മുടെ ബാത്റൂം ഡെക്കറേഷൻസും എല്ലാം ഞാൻ എടുത്ത് കവറിൽ കെട്ടിയെല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു അബദ്ധം പറ്റിയിട്ടുള്ളത്, നമ്മുടെ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിട്ടുള്ള സംഭവം നമ്മൾ ഒരു ഹോൾസെയിൽ കടയിൽ നിന്നായിരുന്നു മേടിച്ചിട്ടുണ്ട്. നല്ല ഒരു അവിടെ നിന്നാണെങ്കിൽ 10 രൂപയാണ്. എൻ്റെ 4 എണ്ണം എടുത്തു. ഞാൻ വിചാരിച്ചു 4 കവറിനകത്ത് ഹാപ്പി ബർത്ത്ഡേ HA അങ്ങനെയുള്ള ഇതാണെന്ന് വിചാരിച്ചു. പിന്നെ വീട്ടിൽ വന്നിട്ട് നോക്കുമ്പോൾ 4 കവറിൽ 4 ഹാപ്പി ബർത്ത്ഡേ എഴുതിയിട്ടുള്ള. പിന്നെ എൻ്റെ ഇപ്പോഴും ഞാനതിൽ എടുത്ത് വെച്ചിട്ടുണ്ട്, ഓരോരുത്തരുടെ ബർത്ത്ഡേ വരുന്നല്ലോ. അപ്പം അതുകൊണ്ട് ഞാനതെല്ലാം സൂക്ഷിച്ച് കവർക്കിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വേറൊരു എയർ ബലൂൺ ഉണ്ട്, അത് ഞാനിത് കാണിക്കുന്നുണ്ട് കേട്ടോ, അന്നേരം ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നില്ല. ഒരു ബലൂൺ, അതൊരു പൂവിൻ്റെ സരസമേളയൊക്കെ ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ മേടിച്ചിട്ടുള്ളൊരു എയർ ബലൂൺ, അത് പൊട്ടി. അപ്പോൾ ഞാൻ അതിലിങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ ഫ്ലവറിൻ്റെ ഒക്കെ സെറ്റപ്പ് ചെയ്തു. അത് വെച്ച് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അത് ബലൂൺ ആണെന്ന് അറിയത്തില്ല. അവളുടെ ഡ്രസ്സിൻ്റെ കളർ എന്ന് പറയുന്നൊരു മെറൂൺ പർപ്പിൾ ആ ഒരു ഷെയ്ഡായിരുന്നു. അപ്പോൾ അതിന് പറ്റിയിട്ടുള്ള ഡെക്കറേഷനാണെന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെ തീമിലൊന്നും അല്ലായിരുന്നു ചെയ്തത്. ഞാനത് ഡ്രസ്സിൻ്റെ കാര്യം പിന്നെയാണ് ആലോചിക്കുന്നത്. അല്ലെങ്കിൽ അതിനകത്ത് കറക്റ്റ് പർപ്പിൾ കളറും എല്ലാം എടുത്ത് വെക്കാമെന്ന് ഞാനത് ആലോചിച്ചില്ല. പിന്നെ കുറേയൊക്കെ വെച്ച് ഞാൻ പൊട്ടിയിട്ടുമുണ്ട്. അതിൽ 100 എണ്ണത്തിൽ ഇപ്പോൾ 2-3 എണ്ണമൊക്കെ പൊട്ടിയിട്ടുള്ള ബലൂണായിരുന്നു. ഊതുമ്പോൾ തന്നെ ഇങ്ങനെ ഊട്ടയുള്ളതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഗൈസ്, ഇപ്പം നിങ്ങൾ കാണുന്നത് ബലൂൺ കെട്ടാൻ എൻ്റെ ഉള്ള ഒരു പ്രഹസനമാണ്. ഞാൻ ലാസ്റ്റ് കട്ട് ചെയ്തിട്ട് പോയിട്ടോ, പക്ഷേ ഞാൻ തന്നെയാണ് എൻ്റെ ഒറ്റയ്ക്ക് ചെയ്തത്. ഭയങ്കര പാടായിരുന്നു ഗൈസ്. അത് ഫ്രൈഡേ ആയിരുന്നുള്ള ബർത്ത്ഡേ. ഞാൻ ഇത് ചെയ്യുന്നത് തേഴ്സ്ഡേ. വേറെ ഒരു ചില ബലൂണൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചിട്ട് പോകുമ്പോഴത്തേനും ഇങ്ങനെ പൊട്ടി. ഞാൻ എല്ലാം കെട്ടി വെച്ചിട്ടൊക്കെയാണ് പോയത്. അപ്പം കെട്ടി വെച്ചിട്ടൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും സംഭവിക്കുള്ളൂ, നമ്മളെടുത്ത് പൊട്ടിക്കോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അങ്ങനെ ഒന്നും നടന്നില്ല കേട്ടോ. അപ്പോൾ ബാക്കി വീഡിയോ നിങ്ങൾ കണ്ടോളൂ. ഞാൻ എൻ്റെ ഇപ്പോൾ ഗൈസ് ഈ കാണുന്നത് ബലൂൺ കിട്ടിയതിൻ്റെ പ്രഹസനമാണ്. ഇന്നലെ ബലൂൺ മഴയാണ് ഞാൻ കാണിക്കുന്നത്. തറയിൽ ഫുള്ള് ബലൂണാണ്, പക്ഷെ ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല. നമ്മളവിടെ പൊക്കി ഇട്ടിട്ട് കാണിക്കുന്നത്. ഞാൻ പറയുന്നത് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ചില ഡൗട്ടൊക്കെ ഉണ്ട്. ബട്ട് ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ട് അവിടെ ഇരിക്കുന്ന എല്ലാ സംഭവങ്ങളൊക്കെ മാറ്റി അവളുടെ ടോയ്സൊക്കെ കുറേ ഇങ്ങനെ വെച്ചു. അതൊക്കെ എല്ലാം നമ്മൾ സെറ്റാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവിടെ ഇരിക്കുന്ന ട്രോഫീസും കാര്യങ്ങളും എല്ലാം മാറ്റാൻ ചെണ്ടയൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ ഗൈസ്. അപ്പം അതൊക്കെ ഇട്ട് അവിടെയൊക്കെ ഇങ്ങനെ ബലൂണും ചെണ്ട വെച്ച് ഞാൻ മാറ്റിയിട്ടില്ല. അമ്മ അതിൻ്റെ പുറത്തൊക്കെ ബലൂണൊക്കെ ഒട്ടിച്ച് വെച്ചിട്ട് നല്ല രസമാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ വന്നപ്പോഴത്തേക്ക് ഫുൾ ബലൂണും എടുത്ത് ഒട്ടിച്ചിട്ട് നല്ല രസമായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബർത്ത്ഡേക്ക് മമ്മിയും പപ്പയും പിന്നെ ആര്യയും പിന്നെ മണ്ടയ്ക്കുള്ളൊരു കൊച്ചിനെയും കൂടെ വിളിച്ച് അവരെല്ലാവരും ഒരു സ്കൂളിൽ പഠിക്കുക. അപ്പോൾ പിള്ളേരെ എല്ലാവരും കൂടെ വിളിച്ചായിരുന്നു കേക്കൊക്കെ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ കറുത്ത ബലൂൺ ഗസ്, അതാണ് ഞാൻ പറയുന്നത്. കറുത്ത ബലൂൺ ഞാൻ ആദ്യമായിട്ടല്ല റെയറായിട്ടാണ് കാണുന്നത്. അതിനകത്ത് ആകെ ഒരു കറുത്ത ബലൂണും കൂടെ ഉള്ളു. അതൊക്കെ ആയിട്ട് ഞാൻ ഈ പറയുന്നത്. ബട്ട് അത് പൊട്ടിയില്ല. ഇപ്പോഴും അവിടെ ഇവിടെയൊക്കെ ബലൂൺ പറഞ്ഞു കളിക്കുന്നത് ഗസ്. ഇന്ന് 26 ബലൂണൊന്നും ചിലതൊന്നും പൊട്ടിയിട്ടില്ല. ഞങ്ങൾ പൊട്ടിക്കുമായിരുന്നു കേട്ടോ. ഇത് കഴിഞ്ഞ ഞാനാണെങ്കിൽ കേക്ക് കട്ട് ചെയ്യുന്ന ക്ലിപ്പ് എടുത്തില്ല ഗൈസ്. ഞാനും കുഞ്ഞാപ്പിയും കൂടെയായിരുന്നു കട്ട് ചെയ്യുന്നത്. അപ്പോൾ അമ്മയാണ് എടുത്തത്. അമ്മ വീഡിയോ നോക്കിയിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ കട്ട് ചെയ്ത് വായി വെച്ച് കൊടുക്കുന്നത് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഫോട്ടോയൊക്കെ അതൊക്കെ ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യാം, നോക്കാം. ഞാൻ ഏതാണ്ട് കളക്കിടന്ന് ചലിക്കുന്നുണ്ട്. ഇപ്പോൾ ഹിന്ദിയൊക്കെ കേൾക്കുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക്. അത് ഇവിടുത്തെ കുരുപ്പ് കട്ടിലേക്ക് കിടന്ന് ഓരോന്ന് റീൽസൊക്കെ കാണുന്ന കേട്ടോ. വീണ്ടും എൻ്റെ ബലൂൺ കാണിക്കുന്നതിൻ്റെ പ്രഹസനമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറേ സെയിം കളർ തീം വെച്ചിട്ട് വയസ്സാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇപ്പോൾ പറയുന്നത് നമ്മൾ ഇത്രയും കളേഴ്സൊന്നും ഇതുവരെയായിട്ട് ഊതിയിട്ടില്ല.
അതാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇപ്പം ഞാൻ ഈ ബലൂൺ ഊത്തിയിട്ട് പറ്റാഞ്ഞിട്ട് ഞാനെടുത്ത് മാറ്റി വിട്ടു. പൊട്ടിയിട്ടിട്ടോ അങ്ങനെ എന്തോ ഉണ്ട്. അപ്പം ഞാൻ വേറെ കളർ എടുത്തു. എനിക്ക് ദേഷ്യം വന്നു, ഒരു ഊത്തിയിട്ടൊന്നും വന്നില്ല. ഞാൻ വേറെ കളറൊക്കെ എടുത്തു. എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളർ എന്ന് പറഞ്ഞ ഒരു തത്തപ്പച്ച കളർ ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു ലൈറ്റ് ബ്ലൂ. അത് രണ്ടും കൂടി ചേർത്തപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പർപ്പിളും എല്ലാം ഉണ്ട്. പിന്നെ കുഞ്ഞാപ്പിക്ക് കളിക്കാൻ വേണ്ടി അതിൻ്റെ ഇടയ്ക്ക് ഏതാണ്ട് കുഞ്ഞാപ്പി കയറി വന്നിട്ടുണ്ടായത്, ഇപ്പോഴല്ല. കാരണം ഓട്ടാൻ കൂടെ കഴിഞ്ഞ് കുറേ ബലൂൺ വീർപ്പിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കുഞ്ഞാപ്പി വരുന്നത്. ടാബിലായിരുന്നു. നിങ്ങൾ ബാക്കിയെല്ലാം കണ്ടു നോക്കിക്കോളും. നാട്ടിലേക്ക് പെട്ടിയിലിട്ട് കൊണ്ടുവന്നത്തേക്കും അത് 2 പീസായി. അതുകൊണ്ട് പിന്നെ ആ ബലൂൺ പമ്പ് പോയി. അതിൻ്റെ വീണ്ടും വായിലോട്ട് വന്നു കഴിച്ചു. അതിൻ്റെ തന്നെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഊടുമ്പോ എടുക്കല്ലേ, അതൊന്നും എടുക്കല്ലേ. അത് അവിടെ ബർത്ത്ഡേക്കാ. ഇങ്ങനെ ഗസ്റ്റ് നമ്മുടെ കുഞ്ഞപ്പിയും കൂടെ നമ്മുടെ കൂടെ ബലൂൺ ഊതാൻ വേണ്ടി കൂടിയിട്ടുണ്ട്. ഏതാണ്ടൊക്കെ പറയുന്നുണ്ട്. എൻ്റെ കൂടെ ചേർന്നാണ് ബലൂണൊക്കെ ഊതുന്നത്. വഴക്കൊന്നും അടിച്ചില്ല ബലൂണിന് വേണ്ടിയിട്ട്, അങ്ങനെയൊന്നും അടിച്ചില്ല. പക്ഷേ ഊതി ബലൂൺ വേണ്ട, ഊതാത്ത ബലൂണായിരുന്നു. അപ്പോൾ അതിനെ തന്നെയായിരുന്നു ഊതുക ഒക്കെ ചെയ്യണമുണ്ട്. പിന്നെ ഞാൻ ചോദിക്കുന്ന കാറൊക്കെ എടുത്ത് തന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുഞ്ഞെടുത്ത് വന്നിരിപ്പുണ്ട്. പിന്നെ ഒരു ഷട്ട പോലെ ബലൂണിൻ്റെ മണ്ടയ്ക്ക് കയറിയിട്ടുള്ള അനിമേഷത്തിൽ അതാട്ടോ ഞാൻ കാണിക്കുന്നത്. 4 ഞങ്ങൾക്ക് സർവീസ് മേടിച്ചു. അതാണ് ഹാപ്പി ബർത്ത്ഡേ സംഭവം. ഞങ്ങൾ കുറേ ക്ലിപ്പ് ക്ലിക്ക് ചെയ്ത് കാണുക കേട്ടോ. അത്രയും ഭ്രാന്ത് പിടിക്കും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ. ഇനി ഞാൻ അടുത്തത് ഒരു ഒട്ടിക്കുന്ന തീമോ വല്ലതും അങ്ങനെയൊക്കെ ഇട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ നൂലൊക്കെ ഇങ്ങനെ എയർ ബലൂൺ പോലെയാണ് നമ്മുടെ ഈ ബലൂൺ തൂക്കിയിടാനൊക്കെ എൻ്റെ പ്ലാൻ ചെയ്തത്. പക്ഷേ ഞാൻ കെട്ടിക്കഴിഞ്ഞപ്പോൾ കൊണ്ട് പിന്നെയും കിടക്കുന്നില്ല, ഒന്നും കിടക്കുന്നില്ല. എന്നാണ് യൂട്യൂബിലൊക്കെ നോക്കും. പക്ഷേ യൂട്യൂബിൽ അവരെല്ലാം ചെയ്തു എന്നിട്ട് കറക്റ്റായിട്ട് തൂങ്ങി കിടക്കുന്ന എല്ലാം ഉണ്ട്. ആൾ ചെയ്യുന്ന ഒന്നും തൂങ്ങി കിടപ്പം ഒന്നുമില്ല. അപ്പോൾ കുഞ്ഞപ്പിയുടെ ബ്ലോഗാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. ഞാൻ എന്തോ സംഭവം എടുക്കാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റ് പോയി. അപ്പം കുഞ്ഞാപ്പി എന്തൊക്കെ കുരുത്തക്കേടാ കാണിക്കുന്നതെന്ന് കണ്ടോ? പിന്നെ ഞാൻ കയറി വരുന്നുണ്ട്. ഞങ്ങൾ ആക്ച്വലി പുറത്ത് പോയിട്ട് വന്നിട്ട് ഉടനെ ഞാനിതെല്ലാം എനിക്ക് സമയം കിട്ടി. അപ്പം ഞാൻ അതെല്ലാം ചെയ്യുന്നുണ്ട്. ഒറ്റയ്ക്ക് കുറച്ചൊക്കെ ഞാൻ ദേഷ്യം വന്ന് ഭ്രാന്ത് വിളിക്കുകയൊക്കെ ചെയ്ത് ഡിസൈനുകാരൊക്കെ ഉണ്ട്. പിന്നെ ചെയ്യാൻ ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. വീണ്ടും വേണ്ട ബലൂണുള്ള തലയിൽ ഞാൻ വാരിയിടുന്നുണ്ട്. അപ്പം ബാക്കി ക്ലിപ്പ് ഒക്കെ കാണും ഗൈസ്. കുറച്ച് ഞാൻ വെള്ളം കുടിച്ചിട്ട് വരട്ടെ. സ്കൂളിൽ പോയിട്ടൊക്കെ വരുമ്പോൾ ഇതൊക്കെ ഇവിടെ കാണുമെന്ന് അറിയില്ല. ശരിയാണ് ഗൈസ്. നാളെ മമ്മിയും പപ്പയും എത്തും. മമ്മിയും പപ്പയും വരുന്നുണ്ട് കേട്ടോ. അമ്മയും വരുന്നുണ്ട്. നാളെ അതാണ് ഞങ്ങൾ മമ്മിയും പപ്പായും വിളിക്കാം. മമ്മിയും പപ്പയും വരും നാളെ. പറഞ്ഞായിരുന്നു കാര്യം ഓർത്ത് വെച്ചിട്ടുണ്ട്. കാണുന്നു ജസ്റ്റ് നിങ്ങൾ കാണുന്ന പോലുള്ളതല്ല. ഇവിടെ വലിയ ആളാണ്. കുർത്തക്കേടിയാണ് മെയിൻ. ഇതൊന്നും വെക്കാൻ പോലും പറ്റുന്നില്ല ഗൈസ്. ഇത് കിട്ടിയിട്ടൊക്കെ കാണാം. അമ്മ കുളിക്കാൻ പോയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് ഇത്രയും ബലൂൺ വീർപ്പിച്ചെടുത്ത് എനിക്ക് ഇത്രയും പെട്ടെന്ന് ഞാൻ ഇത്രയും പെട്ടെന്നൊന്നുമല്ല. അതിനിടയ്ക്ക് ഒരാളുടെ കുരുത്തക്കടി ഞാൻ കാണിച്ചു തരാം. ഇത് ഈ വണ്ടിക്കകത്ത് ഫുള്ള് വീർപ്പിക്കാനുള്ള ബലൂണും എല്ലാം എടുത്തിട്ടുണ്ട്. എൻ്റെ വണ്ടിയായിരുന്നു കേട്ടോ. ഈ ഒരു എയർ ബലൂണാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ വെക്കുന്നത്. ഇത്രയും ബലൂൺ ഈ ബാക്ക്ഗ്രൗണ്ടാണ് സെറ്റ് ചെയ്യുന്നതും. പിന്നെ കൈയൊക്കെ പിന്നെ എനിക്ക് എന്തോ പറയണം എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ എൻ്റെ കൈയൊക്കെ ഞാൻ കാണിക്കുന്നത് എൻ്റെ കൈ കാണിച്ചിട്ട് പിന്നെ ബലൂൺ കെട്ടിയിട്ട് എൻ്റെ കൈയൊക്കെ ചുമന്നൊക്കെ
തൊലി പോയിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട് എൻ്റെ കയ്യിൽ, തൊലി പോയിട്ടുണ്ട്. എയർ ബലൂൺ നാച്ചുറൽ ക്ലീനും കൂടെ ഞാൻ കളിച്ചായിരുന്നു കേട്ടോ. അങ്ങനെ എൻ്റെ കയ്യിൽ തൊലി കുറച്ച് ചെറുതായിട്ട് പോയി, ഇപ്പോൾ അതൊക്കെ മാറി സൈഡിലേക്ക്. പിന്നെ കുറച്ചൊക്കെ താഴെയൊക്കെ ഇടും ബലൂൺ. അപ്പോൾ പിന്നെ കുറച്ച് നേരം ഞാൻ വീഡിയോയ്ക്ക് നിന്നത് ഇത്രയും നേരം കുത്തിയിരുന്ന് വയ്യാതായി. പിന്നെ ഇത്രയും ബലൂണൊക്കെ വെച്ച് ആദ്യം സെറ്റ് ചെയ്യാൻ വിചാരിച്ചു. പിന്നെ അത് കേട്ടോ ഹാപ്പി ബർത്ത്ഡേയുടെ സംഭവം. ഇത്രയും ബലൂണൊക്കെ വെച്ച് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതും നല്ല കൈയൊക്കെ വെച്ചൊരു തൊലിയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. നല്ല ചുമന്ന് ഭയങ്കര ആക്ച്വലി ഭയങ്കര നീറ്റലും ഉണ്ട് കേട്ടോ. പിന്നെ കുഞ്ഞാപ്പിക്ക് ഗൈസ് ഞാൻ ഒരു കാര്യം പറയാം ഗൈസ്, അതേപോലെ കുഞ്ഞാപ്പിക്ക് നമ്മളൊരു ഗിഫ്റ്റ് ഓർഡർ ചെയ്യുന്നുണ്ട്. ആ ഗിഫ്റ്റ് എന്തുവാന്ന് ഞങ്ങൾ പറയുന്നില്ല, സർപ്രൈസ്. ഒരു ഗിഫ്റ്റ് ഉണ്ട്, എന്ന് കിട്ടുമെന്നൊന്നും അറിയത്തില്ല, പക്ഷെ ഒരു ഗിഫ്റ്റ് ഉണ്ട്. അത് കിട്ടുമ്പോൾ ഞങ്ങൾ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. പറയാം, ഓർഡർ ചെയ്തിട്ടുണ്ട്. സംഭവമാണ് ഗസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗസ് ഒരു ക്ലൂ പോലും ഇല്ല കേട്ടോ. ഇത് മനസ്സിലാവും. നമുക്ക് ബാക്കിയെല്ലാം കുറച്ച് ചെയ്യാൻ നൂലൊക്കെ എടുത്തുകൊണ്ട് വരട്ടെ ഗസ്. കടുത്തുള്ളിയെല്ലാം പോയിട്ടുണ്ട് കേട്ടോ, കാണാൻ പറ്റുന്നില്ല. ഇതിന് കാണാൻ പറ്റുന്നുണ്ടില്ല. ഇവിടെ ഇതൊക്കെ കണ്ടൊരു വെളുത്തിട്ട് അതൊക്കെ തൊലി വേദന. സമയം കളയാനില്ല. ഇപ്പം തന്നെ 7:30 കണ്ട് അവിടെ കാണാൻ പറ്റും. 7:32 40 സെക്കൻഡ്സ്. അപ്പോൾ നമുക്ക് പോയി ബുദ്ധിമുട്ടൊക്കെ എടുത്ത് എല്ലാം കോർത്ത് വെക്കട്ടെ. ഇതാണ് ബാക്ക്ഗ്രൗണ്ട്. ഇനിയും എല്ലാം സെറ്റാക്കി വെച്ച്. അപ്പോൾ ഗൈസ് ഇതാണ് ബർത്ത്ഡേയുടെ ഞങ്ങൾ കേക്കൊക്കെ കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തു, പക്ഷെ വീഡിയോ എടുത്തില്ല. ഈ ഒരു വീഡിയോ മാത്രമേ എടുത്തുള്ളൂ. അപ്പം ഞാൻ എല്ലാവർക്കും കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഞാനും കുഞ്ഞാപ്പയും കൂടെ ആയിരുന്നു കേട്ടോ കട്ട് ചെയ്യുന്നത്. പക്ഷെ ആ വീഡിയോ കിട്ടിയില്ല. അറിയാതെ വീഡിയോ ഓണാക്കി വെച്ചു എന്ന് വിചാരിച്ചു, പക്ഷെ വീഡിയോ ഓൺ അല്ലായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാവർക്കും മുറിച്ച് കൊടുക്കുന്നതും ഒക്കെയാണ് ഈ കാണുന്നത്. മമ്മിയും പപ്പയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. ഇതാണ് ബാക്ക്ഗ്രൗണ്ട്. ഞാൻ അമ്മയായിരുന്നു കേട്ടോ സ്കൂളിൽ പോയിട്ട് വന്നതിന് മുമ്പ് എല്ലാം മറ്റേ താഴെയൊക്കെ ബലൂണും ഒക്കെ ഒട്ടിച്ചത്. അപ്പം അമ്മയ്ക്ക് കൊടുക്കുന്നത് എല്ലാമാണ് ഈ കാണുന്നത്. ഞാനും തിന്നു. അപ്പം ഇതാണ് നമ്മുടെ കുഞ്ഞാപ്പിയുടെ ബർത്ത്ഡേയുടെ വീഡിയോ. Three, 2, 1